ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു ചിക്കൻ കറി വയ്ക്കുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എനിക്ക് കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾക്കറിയാലോ, ആദ്യമേ നമ്മളൊരു പാൻ വയ്ക്കുക, അതിലേക്ക് നമ്മൾ കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി പേസ്റ്റ് നന്നായിട്ട് ചതച്ച് ഇട്ട് നന്നായിട്ട് മിക്സായ ശേഷം അതിലേക്ക് നിങ്ങൾ ആവശ്യത്തിന് സവാള, ഞാൻ 4 എണ്ണമാണ് എടുത്ത് തരുന്നത്, സവാള ഇട്ട് നന്നായിട്ട് വഴറ്റണം. നല്ല രീതിയിൽ വഴറ്റി നല്ല സെറ്റായിട്ട് വരുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് വന്നിങ്ങനെ വന്ന് തുടങ്ങി, നല്ല സെറ്റായിട്ട് നമുക്ക് പൊടികളിടാം. ഫസ്റ്റ് മുളക് പൊടി ഞാനൊരു 4-5 സ്പൂണാണ് ഇട്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് ഇടാം. പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, അതിന് ശേഷം മല്ലിപ്പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമ്മൾ മറ്റേ ഉലുവാപ്പൊടി ഉണ്ടല്ലോ, അത് ശകലം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മസാല ചേർക്കുക. സാദാ മസാലയാണേ, കറി മസാല അതാ ചേർക്കുന്നത് കേട്ടോ. കുരുമുളക് പൊടി ഇടുന്നു. നമ്മൾ ഇതിനകത്ത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് വയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്തതിനകത്ത് ഈ മസാലകളെല്ലാം നന്നായിട്ട് തേച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് മസാലകളുടെ ആവശ്യമേ വരുന്നുള്ളൂ. ഫ്രൈ ചെയ്തിട്ടാണ് കറി വയ്ക്കുന്നത്. ഫ്രൈ ചെയ്തിട്ട് കറി വയ്ക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ, നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞങ്ങൾ മിക്കപ്പോഴും അല്ലാതാണ് വയ്ക്കാറുള്ളത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കുക. നല്ല രീതിയിൽ മിക്സായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് വെച്ച് ഞങ്ങൾ അരച്ച അതിനകത്ത് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്, ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതെല്ലാം ഒഴിച്ച് തിളച്ച് അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. തിളച്ച് തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ പീസുകൾ, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നായി ഇട്ട് കൊടുക്കുക. ചിക്കൻ പീസ് അധികമായി ഫ്രൈ ആയി പോരുത് കേട്ടോ, അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് നഷ്ടപ്പെടും. എന്നിട്ട് ഓരോന്നായിട്ട് നമ്മൾ കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് മിക്സാക്കണം. ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലാത്തവർ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഒന്ന് ഇത് കണക്ക് കറി വെച്ച് നോക്കാൻ, എന്നിട്ട് അഭിപ്രായം പറയണേ, ചെയ്ത് നോക്കിയിട്ടേ. ഇനി നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ആ ഫ്രൈ ചെയ്ത് ചിക്കനിലേക്ക് ആ ഗ്രേവി എല്ലാം നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ഉണ്ടോ, നമുക്കിത് കുറച്ച് നേരം അടച്ചു വെച്ച് ഇങ്ങനെ വേവിക്കാം. വീഡിയോയിൽ ആവി ഇറങ്ങുന്ന ക്യാമറ അതുകൊണ്ട് ഇച്ചിരി ഒന്ന് ബ്ലറാകുന്നതാണ്. കണ്ടോ, എല്ലാം തിളച്ച് വന്ന് ലാസ്റ്റ് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് ആകുമ്പോഴത്തേക്ക് നല്ല നമ്മുടെ അടിപൊളി ടേസ്റ്റി ചിക്കൻ കറി റെഡിയായി. നല്ല